എക്സിറ്റ് പോളുകളൊക്കെ വരാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴേക്കും ഇന്ത്യ ഭരിക്കാൻ വീണ്ടും BJP വരും, അല്ലെങ്കിൽ NDA മുന്നണി വരുമെന്നാണ് ഏതാണ്ട് ഉറപ്പാകുന്നത്. ഇതേക്കുറിച്ച് നമ്മളോട് ഇപ്പൊ ചർച്ച ചെയ്യാനായിട്ട് സ്റ്റാൻലി സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. സ്റ്റാൻലി, ഇപ്പം ദേശീയ തലത്തിൽ വീണ്ടും മോദിജിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ വരുന്നു എന്നാണ് പൊതുവെയുള്ള BJP പ്രവർത്തകരുടെ അടക്കം വിലയിരുത്തൽ. എന്താണ് നിങ്ങളുടെ ഒരു തോന്നൽ? ഇത് BJP പ്രവർത്തകരുടെയോ നേതാക്കന്മാരുടെയോ അല്ല, രാജ്യത്തിന്റെ മൊത്തം വിലയിരുത്തൽ എന്ന് പറയുന്നത് മോഡിജി ഗവൺമെന്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും, 3ാം പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യും. അതിന് മാറ്റമൊന്നുമില്ല. ഈവൻ വിദേശ രാജ്യങ്ങളും ഓഹരി വിപണിയും എല്ലാവരും അതേ കാഴ്ചപ്പാടിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് രാജ്യത്തിന്റെ 28 സ്റ്റേറ്റിൽ 27 സ്റ്റേറ്റുകളുടെയും വികാരം അത് തന്നെയാണ്. കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് മാത്രമേ അതിൽ നിന്നും മാറി അവിടുത്തെ, അതും ജനങ്ങൾക്കുണ്ടായിട്ടല്ല, അവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും മീഡിയക്കാരുടെയും പ്രഷർ കൊണ്ട് വേറെ ചില ചിന്താഗതികളൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ പുറത്തെ സ്റ്റേറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം സ്റ്റേറ്റുകളും ഏകദേശം മുഴുവൻ സീറ്റുകളും BJPക്ക് കിട്ടുന്ന രീതിയിലാണ്. അതായത് ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഈ രാജ്യങ്ങളിലെ ഈ പറഞ്ഞ സ്റ്റേറ്റുകളിൽ, ഇവൻ ഛത്തീസ്ഗഡ് സ്റ്റേറ്റുകളിലൊക്കെ 99% സീറ്റും, അതായത് ഒരു 10 സീറ്റിൽ 9 സീറ്റ് എന്നുള്ള റേഞ്ചിൽ അവിടെ കൃത്യമായിട്ട് BJPക്ക് അനുകൂല തരംഗമാണ്. ഈവൻ കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളുണ്ട്. അതായത് കർണാടകം, തെലങ്കാന ആൻഡ് ഹിമാചൽ പ്രദേശ്. ഈ 3 സ്റ്റേറ്റിലും കൂടെ 50 സീറ്റാണുള്ളത്. ആ 50 സീറ്റിൽ 10 സീറ്റ് പോലും കോൺഗ്രസിന് കിട്ടില്ല. 50ൽ 10 പോലും കിട്ടില്ല. ഇതാണ് അവസ്ഥ ഇതിലെടുത്തു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് പിന്നെ കോൺഗ്രസിന് ആകെ പ്രതീക്ഷയുള്ളതെന്ന് പറയുന്നത് കോൺഗ്രസ് മുന്നണിയായിട്ട് മത്സരിക്കുന്ന 2 സ്റ്റേറ്റുകൾ, കേരളവും തമിഴ്നാടും. അതിൽ കേരളത്തിൽ സിറ്റിംഗ് MP 16 എണ്ണം ഉള്ളത് കുറയും, എന്താണേലും അതിൽ നിന്നും താഴോട്ട് പോകും. തമിഴ്നാട്ടിലെ സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം 10ൽ 8 കിട്ടിയത്, അത് 6 അല്ല അതിലും താഴേക്ക് അതും കുറയും. പുതിയതായിട്ട് അവർ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പഞ്ചാബിലത്തെ സീറ്റുകൾ ഇല്ലാണ്ടാവും, മഹാരാഷ്ട്രയിലെ സീറ്റുകൾ ഇല്ലാണ്ടാവും. അപ്പൊ അമിത്ഷാജി പറഞ്ഞ കാര്യമാണ് ഏകദേശം കറക്റ്റ്. കോൺഗ്രസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒരു 40 അടുത്തുകൊണ്ട് തീരും. അതിന്റെ അപ്പുറത്തേക്ക് പോകാനുള്ള യാതൊരു ചാൻസും അവർക്കില്ല. പുതിയതായിട്ട് അവർക്ക് ഇല്ല. 1-2 സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെടുന്നത്. ഈ 10ൽ 9 BJP എടുത്താൽ ഒരു സീറ്റ് മിച്ചമുള്ളത് കിട്ടുന്നത് തേർഡ് ഫ്രണ്ടിന്റെ ചില കക്ഷികൾക്കൊക്കെ ആയിരിക്കും. ചില NCPക്കോ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ ഒരു പ്രതിപക്ഷ കക്ഷി രൂപീകരിക്കുന്നു. ഈ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ തമ്മിൽ പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഗുണം ഇവർക്ക് ഈ മുന്നണി സംവിധാനത്തിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും പ്രതിപക്ഷ നിരക്ക്? അല്ല, ഇന്ത്യ മുന്നണി പുറത്ത് ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ അല്ലെ മീഡിയയിലോ സോഷ്യൽ മീഡിയയിലോ ഉള്ള പോലത്തെ യാതൊരുവിധ ഐക്യവും അവരുടെ പ്രവർത്തകർ തമ്മിലോ കോർഡിനേഷനോ ഇല്ല. അവരവരുടെ തോന്നിയാസത്തിന് ആം ആദ്മിയുടെ വഴിക്ക് പോകുന്നു, കോൺഗ്രസിന്റെ വഴിക്ക് പോകുന്നു. കമ്മ്യൂണിസ്റ്റുകൾ വേറൊരു റൂട്ടിൽ പോകുന്നു, കോൺഗ്രസ് വേറെ റൂട്ടിൽ പോകുന്നു. തേർഡ് ഫ്രണ്ടുകാർ വേറൊരു റൂട്ടിൽ പോകുന്നു, കോൺഗ്രസ് വേറെ റൂട്ടിൽ പോകുന്നു. ആകെ അവര് ഈ പത്രസമ്മേളനം നടത്തുമ്പോഴും റാലി നടത്തുമ്പോഴും മാത്രമുള്ള പരിപാടിയേ ഉള്ളൂ. അതായത് വോട്ട് പിടിക്കാനോ ബൂത്തില് കൃത്യമായിട്ട് പ്രവർത്തനം നടത്താനോ സ്ലിപ്പ് കൊടുത്താനോ ഉള്ള ഒരു കോർഡിനേറ്റഡ് എഫർട്ട് ഒന്നും അവരുടെ കാര്യത്തിൽ ഇല്ല. എന്നാൽ അതേ സമയത്ത് NDAയും ഘടകകക്ഷികളും ഇപ്രാവശ്യം പൂർവാധികം യോജിച്ചാണ്. എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ടോ ഒന്നുമില്ല. NDAയുടെ എല്ലാ ഘടകകക്ഷികളും, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഘടകകക്ഷികളും NDAയുടെ കൂടെയുണ്ട്. അവരുടെ വോട്ട് കൃത്യമായിട്ട് BJPക്ക് കിട്ടിയിട്ടുണ്ട്. BJPയുടെ വോട്ട് NDAയുടെ ഘടകകക്ഷികൾക്ക് എല്ലാ സ്റ്റേറ്റിലും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് BJPയുടെ സീറ്റ് മാത്രമായിരിക്കത്തില്ല കൂടുന്നത്. കൂടെയുള്ള NDA ഘടകകക്ഷികൾ, വളരെ കാലത്തിന് ശേഷം ഇവിടെ തിരിച്ചു വന്ന AGP ചന്ദ്രബാബു നായിഡു, അങ്ങനെയൊക്കെയുള്ള ഘടകകക്ഷികളുണ്ട്. അവരെല്ലാവരും ഇപ്രാവശ്യം സ്കോർ ചെയ്യും. മാത്രമല്ല നമ്മുടെ കൂടെ നിന്ന് പുറത്തോട്ട് പോയ ഘടകകക്ഷികളുണ്ട്. അതായത് അകാലിദള്, DMK, ഈ 2 പേര്, അതുപോലെ തന്നെ വിജയകാന്തിന്റെ പാർട്ടിയുണ്ട്. അങ്ങനെയുള്ള ചെറുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇപ്രാവശ്യം അവരുടെ പ്രതീക്ഷയ്ക്കൊത്തുള്ള സീറ്റോ അക്കൗണ്ട് ഓപ്പണിങ്ങോ നടക്കത്തുമില്ല. മറ്റൊരു പ്രധാന കാര്യം പറയുന്നത് മമതാ ബാനർജി നേതൃത്വം നൽകുന്ന ബംഗാളിലുണ്ട്. ഈ ബംഗാളിൽ BJP വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മമതാ ബാനർജി കിട്ടുന്ന വലിയ ഷോക്ക് ട്രീറ്റ്മെന്റ് കൂടിയായിരിക്കും. എന്തായാലും ബംഗാളിലെ ഒരു വിലയിരുത്തൽ? അല്ല, ഷോക്ക് കിട്ടിയാലൊന്നും നന്നാകുന്ന വ്യക്തിയല്ല മമതയും അവരുടെ പാർട്ടിക്കാരും. മരുന്നിനോ ഷോക്കിനോ ഒന്നും അവരെ നീട്ടില്ല. പക്ഷെ BJP അവിടെ ജയിക്കും എന്നുള്ളതാണ് അവിടുത്തെ ഇപ്പൊ വരുന്ന എല്ലാ ഇൻപുട്സുകളും സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേനെക്കാട്ടിലും സീറ്റുകൾ 42 സീറ്റിൽ ഏകദേശം 25-നും 30-നും ഇടയ്ക്കുള്ള സീറ്റുകൾ BJPക്ക് അവിടെ കിട്ടും. ചിലപ്പോൾ അതിലും കൂടുതൽ കൂടെ കിട്ടാം. കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവർ അലയൻസിലായിരുന്നു മത്സരിച്ചിരുന്നത്. ഇപ്രാവശ്യം അവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലായിടത്തും സ്ഥാനാർത്ഥിയെ അവർ നിർത്തിയിട്ടുണ്ട്. ഈ മമതയുടെ സ്ഥാനാർത്ഥി ഉണ്ട്. അതുകൊണ്ട് BJP വോട്ടുകൾ ഭിന്നിച്ചു തന്നെയാണ് പോയിരിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് BJPക്ക് അവിടെ നേട്ടമാണ്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും ഉള്ള ഹിന്ദു വോട്ടേഴ്സ് ഇപ്രാവശ്യം വളരെ കൃത്യമായിട്ട് BJPയുടെ കൂടെ തന്നെയാണ്. അവര് കുറച്ചുകൂടെ കൃത്യമായ രാഷ്ട്രീയ പ്രബുദ്ധത അവരവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മമതയുടെ ഈ ബംഗ്ലാദേശി ഭരണം മിക്കവാറും ഏകദേശം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. റോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും കൊണ്ടുള്ള ഭരണം ഏകദേശം തീരാറായ അവസ്ഥയിലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രത്യേകിച്ചും അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കൊറമാണ്ടൽ കോസ്റ്റിൽ ഇന്ത്യയുടെ ഈസ്റ്റേൺ കോസ്റ്റിൽ BJP സ്കോർ ചെയ്യും. അത് തൂത്തുക്കുടി തുടങ്ങി ഹൗറ വരെയുള്ള ഏരിയകൾ കൊറമാണ്ടൽ കോസ്റ്റ്, ഇന്ത്യയുടെ ഈസ്റ്റ് കോസ്റ്റ്. അത് തമിഴ്നാടുണ്ട്, ആന്ധ്രയുണ്ട്, തെലങ്കാനയുണ്ട്, ഒറീസയുണ്ട്, ബംഗാളുണ്ട്. ഇത്രയും സ്റ്റേറ്റുകളിൽ BJP വലിയ അതായത് ഇതുവരെ ഈ കഴിഞ്ഞ 44 വർഷമായിട്ട് BJP സ്കോർ ചെയ്യാത്ത മേഖലകളാണിത്. അവിടെ വലിയ സ്കോറിംഗ് ഉണ്ടാവും. ഈ ഡൽഹി എന്ന് പറയുമ്പോൾ രാജ്യ തലസ്ഥാനമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് BJP ആണ് മുഴുവൻ സീറ്റും തൂത്തു വരുന്നത്. ഇത്തവണ ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാൾ പുറത്തേക്ക് ഇറങ്ങി വലിയ വീരവാദമൊക്കെ ഇറക്കി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പുള്ളി തന്നെ ഇന്ത്യ മുന്നണിയുടെ നേതാവാകുന്ന ഒരു ഇമേജ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു. മൊത്തത്തിൽ ഇപ്പം അടപടലം അവര് പിൻവാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ, അതായത് തലസ്ഥാനത്തിന്റെ ഭരണം പോലും മാറുന്ന ഒരു അവസ്ഥയിലേക്കാണോ എത്തുന്നത്? അല്ല, കേജ്രിവാൾ പുറത്തിറങ്ങിയത് അവർക്ക് തന്നെ ദൂഷ്യം ചെയ്തു. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേജ്രിവാൾ പുറത്തിറങ്ങിയതോടുകൂടി ഇന്ത്യ അലയൻസിൽ തമ്മിത്തല്ല് കൂടി. കോൺഗ്രസിലെ നേതാക്കന്മാര്, പ്രധാന നേതാക്കന്മാരെല്ലാം BJPയിലെത്തി, പ്രവർത്തകരും BJPയിലെത്തി. കാരണം ഈ കേജ്രിവാളിനെ ചുമക്കുന്നതിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് താല്പര്യമില്ലായിരുന്നു. അതുപോലെ തന്നെ കേജ്രിവാളിന് കോൺഗ്രസിനെ ചുമക്കുന്നതിലും താല്പര്യമില്ലായിരുന്നു. അവര് അവിടെ സീറ്റ് വിഭജനം നടത്തിയിട്ടുണ്ടെങ്കിലും കേജ്രിവാളിന്റെ വഴിക്കും കോൺഗ്രസിന്റെ വഴിക്കുമാണ് പോയിരിക്കുന്നത്. ആ 7 സീറ്റിൽ 6 സീറ്റ് BJP വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. ഒരു സീറ്റ് മാത്രമേ മത്സരം നടക്കുന്നുള്ളൂ, അതും ഒരു ചെറിയ മാർജിന് ജയിക്കും എന്നുള്ളതാണ് അവിടുന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്. ഒരു 6 സീറ്റ് ഒരു 60% മുകളിലാണ് വോട്ട് കിട്ടുന്നത്. അപ്പൊ പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ വേറെ ചോയ്സ് ഒന്നുമില്ല. ഈ ഒരു മണ്ഡലത്തിൽ മാത്രം ഒരു ടഫ് ഫൈറ്റ് ഉണ്ട്, അത് മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല. വന്നാലും ഈ ഇന്ത്യയുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശിലാണ്. ഈ ഉത്തർപ്രദേശില് BJPക്ക് എന്തായാലും വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഏതാണ്ട് 5 ലക്ഷത്തിന് മുകളിൽ വോട്ട് നേടിയ ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. എന്നിട്ടും ഇന്ത്യ മുന്നണി പറയുന്നു, അല്ലെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നു, ഉത്തർപ്രദേശിലായിരിക്കും BJPക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകുന്നതെന്ന്. എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ? അല്ല, തിരിച്ചടി അവിടെ ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസിന് അവിടെ എന്തെങ്കിലും സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ വയനാട്ടിൽ മത്സരിക്കില്ലായിരുന്നു. ഒരു കാരണവശാലും ഉത്തർപ്രദേശില് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സോണിയാഗാന്ധിയോ ജയിക്കത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി തിരിച്ചു വീണ്ടും മാപ്പിളസ്ഥാനിൽ വന്ന് മത്സരിക്കേണ്ടി വന്നത്. പക്ഷെ പാകിസ്ഥാൻ കൊടിയൊക്കെ ഒഴിവാക്കി, കഴിഞ്ഞ വർഷത്തെ പോലെ പാകിസ്ഥാൻ കൊടി ഇല്ലായിരുന്നു, വന്ന് മത്സരിക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ സോണിയാഗാന്ധി രാജ്യസഭയിലോട്ട് രക്ഷപ്പെട്ടു. പിന്നെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ തയ്യാറല്ല എന്നും പറഞ്ഞ് പ്രിയങ്ക ഗാന്ധി മുങ്ങി. പിന്നെ ആകെ അവർ ചെയ്ത് ഒരു വീട്ടുവേലക്കാരനെ പിടിച്ച് ഇവിടെ അവരുടെ വീട്ടിൽ ചായ വാങ്ങിക്കാനോ കറണ്ട് ബില്ല് അടയ്ക്കാനോ നിർത്തിക്കൊണ്ടിരുന്ന ഒരാളെ പിടിച്ച് അമേത്തിയിലിട്ടു. അവൻ 8-ന് പൊട്ടും. പിന്നുള്ളത് ഈ രാഹുൽ ഗാന്ധിയെ നിർബന്ധിച്ച് കൊണ്ടുപോയി റായ്ബറേലിയിൽ ഇട്ടു. പക്ഷെ റായ്ബറേലിയിൽ ഇട്ടെങ്കിലും അദ്ദേഹത്തിന് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് അവിടെ ജയിക്കാനുള്ള ഒരു ചാൻസും അവിടെ ഇല്ല. പിന്നെ ആകെ അദ്ദേഹത്തിന് ഒരു ആശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം 80-ൽ 1 സീറ്റാണ് റായ്ബറേലിയിൽ കിട്ടിയത്. അപ്പൊ അതും കൂടെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ മറ്റു മണ്ഡലങ്ങൾക്ക് പ്രശ്നം വരും എന്നുള്ളതുകൊണ്ട് പുള്ളി അവിടെ പോയി ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. തോറ്റാലും വയനാട്ടിൽ പുള്ളിക്ക് ഒരു പ്രോബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് പുള്ളി സേഫർ സൈഡ് നോക്കി എന്നുള്ളതേ ഉള്ളൂ. ഒരു ഇമ്പാക്റ്റും അവിടെ ഇല്ല, ആ മണ്ഡലത്തിലും ഇല്ല, മറ്റു മണ്ഡലത്തിലും ഇല്ല. BJP 80 സീറ്റില് BJPയും ഘടകകക്ഷികളും കൂടെ ആ 70-ന് മുകളിൽ സ്കോർ ചെയ്യും. 70-73 വരെ സീറ്റ് സ്കോർ ചെയ്യും. ഈ ഗുജറാത്ത് എന്ന് പറയുന്ന കാര്യത്തില്, അല്ലെ മധ്യപ്രദേശ് എന്ന് പറയുന്ന കാര്യത്തിലൊന്നും BJPക്ക് യാതൊരു സംശയമില്ല. ഏതാണ്ട് ഒരു പൂർണ്ണമായും തൂത്തു വരുന്ന ഒരു രീതിയിലേക്കാണ് നീങ്ങുന്നത്. എന്നിട്ടും മധ്യപ്രദേശിലൊക്കെ അവകാശവാദം ഈ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നതിൽ എന്തെങ്കിലും ബേസ് ഉണ്ടോ? അല്ല, ഇത് രാഷ്ട്രീയമാണ്. അപ്പം ഇതുപോലത്തെ ചില പ്രചാരണങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാൻ എല്ലാ രാഷ്ട്രീയക്കാരും പല സമയത്തും ചെയ്തിട്ടുണ്ടോ. ഒരു സീറ്റും കിട്ടുകയില്ലെന്ന് അറിഞ്ഞാൽ പോലും എല്ലാം കിട്ടുമെന്നൊക്കെ അൺറിയലിസ്റ്റിക് ആയിട്ട് ഉള്ള പ്രവർത്തകരുടെ മൊറയിൽ നഷ്ടപ്പെടാണ്ടിരിക്കാൻ, വീര്യം നഷ്ടപ്പെടാണ്ടിരിക്കാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇതുപോലത്തെ തള്ളു പരിപാടികളൊക്കെ നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. റിയാലിറ്റി അവർക്കും അറിയാം. ഇപ്പൊ ആരെന്ത് പറഞ്ഞാലും ഇലക്ഷൻ നടക്കുന്ന ദിവസം പാർട്ടിയുടെ ബൂത്തിന് മുമ്പിൽ, അതായത് മേശയിട്ട് സ്ലിപ്പ് കൊടുത്ത് പ്രവർത്തകരെ കൊണ്ടുവരുന്ന ആ മെക്കാനിസം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് കഥ പറഞ്ഞൊന്നും കാര്യമില്ല. ആ സംവിധാനം കോൺഗ്രസിനില്ല. ആ സംവിധാനം കോൺഗ്രസിന് ഉള്ളത് ഒരു പരിധി വരെയെങ്കിലും ഉള്ളത് കേരളത്തിലും കർണാടകത്തിലും മാത്രമേ ഉള്ളൂ.
വേറെ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇല്ല. തമിഴ്നാട്ടിൽ പോലും അവർക്കില്ല. DMK-ക്കാര് വീട്ടിൽ കിടന്നുറങ്ങിയാൽ കോൺഗ്രസ് ഇല്ല. അത്രേ ഉള്ള കാര്യം. അപ്പൊ അവർക്ക് അവരുടെ ഈ പുറത്തുള്ള മേനി നടിക്കലൊന്നും ഇവർക്ക് ഇത്രയും കാലം ഭരണം ഉണ്ടായിരുന്ന സ്റ്റേറ്റ് ഉണ്ട് മഹാരാഷ്ട്ര. അവിടെ പോലും ഈ NCP-യോ ഉദ്ധവ് താക്കറെയോ ചെയ്യുന്ന പോലെ ഒരു കാര്യവും ചെയ്യാൻ കോൺഗ്രസിന് അവിടെ പറ്റിയിട്ടില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ രാജസ്ഥാൻ, ഇപ്പൊ രാജസ്ഥാന്റെ ഒരു കാര്യം പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ഈ അധികാരമൊക്കെ പിടിച്ചെടുത്തു. മാത്രമല്ല വലിയ മുന്നേറ്റം നടത്തുന്നു. ഈ പറയുന്ന രാജസ്ഥാനിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും തിരിച്ചടി രാജസ്ഥാനിൽ തുടങ്ങുകയാണെന്നും ഒക്കെ ഉള്ള ആരോപണവും ഒരു വശത്തുനിന്ന് ഉന്നയിക്കുന്നുണ്ട്. ഇതിനകത്തും എന്തെങ്കിലും റിയാലിറ്റി ഉണ്ടോ? രാജസ്ഥാനിൽ ഇവര് ജാതി രാഷ്ട്രീയം പയറ്റി നോക്കി. ജാട്ട്, ഗുജ്ജർ വോട്ട് ചെയ്യില്ല, ജാട്ട് വോട്ട് ചെയ്തില്ല, അവൻ വോട്ട് ചെയ്യില്ല, ഇവൻ വോട്ട് ചെയ്യില്ല എന്നെല്ലാം പറഞ്ഞ് പല രീതിയിൽ ഇവര് ജാതി ഇക്വേഷൻസ് ആണ് ബീഹാറിലും രാജസ്ഥാനിലും ഒക്കെ കോൺഗ്രസ് പയറ്റി നോക്കിയത്. പക്ഷേ ഇപ്രാവശ്യം സംഭവിച്ച് ജാതിക്ക് അതീതമായിട്ട് ഹിന്ദു വോട്ടുകൾ ഒന്നിച്ചിരിക്കുകയാണ്. ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ട്. അതുകൊണ്ട് ജാതി പറഞ്ഞ് ഇനി ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാവുന്നുള്ള അവരുടെ ഒരു അവസാന ശ്രമമാണ് അവർ നടത്തി നോക്കുന്നത്. അതിലൊന്നും പ്രത്യേകിച്ച് ആരും ഇനി വീഴത്തില്ല. കാരണം ഇപ്പോഴത്തെ യുവജനങ്ങള് ജാതി ഒന്നും അല്ല നോക്കുന്നത്. അവര് കൃത്യമായിട്ടുള്ള വികസനം, ജോലി, അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറി. അതുകൊണ്ട് ഈ ജാതി പറഞ്ഞൊക്കെ ഗ്രാമങ്ങളിൽ കൂടി ഒന്നും കോൺഗ്രസിന് അധികം മുന്നേറാൻ പറ്റിയിട്ടില്ല. അതിൽ അവർക്ക് ഈ പരിപാടി അവർ ഇതിന് തൊട്ട് മുമ്പ് 6 മാസം മുമ്പ് നിയമസഭാ ഇലക്ഷനിൽ പയറ്റി നോക്കിയതാ. ദയനീയമായിട്ട് പരാജയപ്പെട്ടു. ജാതി ഇക്വേഷൻസ് ഒക്കെ അവർ നോക്കിയതാണ്. അതൊന്നുകൂടി അവർ വേറൊരു രീതിയിൽ നോക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതൊന്നും പാർലമെന്റ് ഇലക്ഷനെ ബാധിക്കത്തില്ല. പാർലമെന്റ് ഇലക്ഷനിൽ BJP-ക്ക് അനുകൂലമായിട്ടാണ് ജനങ്ങൾ, അതായത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് BJP തന്നെ ഭരിക്കണമെന്നുള്ള ഒരു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പിൽ തന്നെ അവർ ആ കാഴ്ചപ്പാടിലാണ്. അതങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. കേരളത്തിലെ പോലെ ഒരു കൺഫ്യൂഷൻ ഇല്ല അവിടെ. ആര് ഭരിക്കണമെന്ന് ചോദിച്ചാൽ മോഡിജി, BJP, അവിടെ തീർന്നു. അതാണ്ട് കേരളത്തിലെ പോലെയുള്ള കുറെ പേര് വൈകുന്നേരം ഒരു 15 ചാനൽ വൈകുന്നേരം ഇരുന്ന് കുറെ ആങ്കർമാരും കൂടെ ചേർന്ന് കുറെ ഇന്ത്യ വിരുദ്ധ, ഹിന്ദു വിരുദ്ധ, BJP വിരുദ്ധ പ്രസ്താവന ഇറക്കി കഴിഞ്ഞാൽ അവിടുത്തെ ജനമൊന്നും അത് മൈൻഡ് ചെയ്യത്തൂല്ല. ഈ കർണാടകയില്, അതുപോലെ തെലങ്കാനയില്, ഹിമാചൽ പ്രദേശ് ഇവിടങ്ങളിലൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം കിട്ടി. അത് കണ്ടപ്പോൾ പറഞ്ഞു ഇവിടെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരട്ടെ, ഏതാണ്ട് 50 സീറ്റോളം ഉണ്ട്. അതിൽ തന്നെ ഏതാണ്ട് 95% ഞങ്ങൾ വിജയിക്കുമെന്നാണ് ഈ പറയുന്ന ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസ് അവകാശപ്പെടുന്നത്. എന്തെങ്കിലും വാസ്തവം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അതായത് 4 സീറ്റ് ഹിമാചലിലുള്ള, അതിൽ 4-ൽ 4 BJP ജയിക്കും. തെലങ്കാനയിലുള്ള 17 സീറ്റിൽ 10 BJP ജയിക്കത്തുള്ളൂ. പിന്നെ 1-2 BRS-ഉം ബാക്കി ഒരു 3-4 എണ്ണം കോൺഗ്രസിന് കിട്ടിയാലായി. അത്രേ അവിടുത്തെ ഉള്ളൂ. അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് വിചാരിക്കണം. അതാണ് അവിടുത്തെ അവസ്ഥ. കർണാടകത്തിൽ 28 സീറ്റാണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 25 സീറ്റ് BJP, ഒരു BJP-യുടെ സ്വതന്ത്ര. കോൺഗ്രസിന് 2 സീറ്റാണ് കിട്ടിയത്. ഒന്ന് കോൺഗ്രസിനും മറ്റേത് കോൺഗ്രസിന്റെ ഘടകകക്ഷിയായ ജനതാദളിനുമാണ് കിട്ടിയത്. ജനതാദൾ ഇപ്പുറത്തോട്ട് പോകുന്നു. കോൺഗ്രസിന് അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭരണമുള്ളതുകൊണ്ട് ഒരു 3-4 സീറ്റിൽ അവർക്ക് ജയിക്കാൻ പറ്റും. ബട്ട് 20 സീറ്റ് BJP-യും 2 സീറ്റ് ജനതാദളും, 22 സീറ്റ് NDA-ക്ക് ഗ്യാരണ്ടിയാണ്. പിന്നെ ഉള്ളത് 6 സീറ്റേ ഉള്ളൂ. ആ 6 സീറ്റ് ചിലപ്പം ഒരു 3-ഓ 4-ഓ 5-ഓ ഒക്കെ ചിലപ്പം കോൺഗ്രസ് ജയിച്ചേക്കാം. അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് പോകാൻ പറ്റില്ല. മത്സരം ഉള്ളത്, ശരിക്കും മത്സരം ഉള്ളത് 6 സീറ്റിലേ ഉള്ളൂ. ഇപ്പൊ ഈ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഏതാണ്ട് 75 ദിവസങ്ങളെ 10-200 സ്ഥലങ്ങളിലൊക്കെ പര്യടനം നടത്തി, റാലി പങ്കെടുക്കുന്നു, ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ ഇന്റർവ്യൂ നൽകുന്നു, അതുപോലെ തന്നെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നു. വീണ്ടും പ്രശ്നങ്ങളായിരുന്നു. എന്താണ് ഇതിന്റെ ഒരു അടിസ്ഥാനം? എന്തിനാണ് ഇവരിങ്ങനെ പേടിക്കുന്നത്? അല്ല, ഇതിലെ ഒരു വ്യത്യാസം കൃത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, വലിയൊരു ഹിന്ദു റീസർജൻസ്, അതായത് ഒരു ഹിന്ദു വോട്ട് കൺസോളിഡേഷൻ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ BJP ലീഡേഴ്സിനെ പോലെ അല്ല ഇപ്പോഴത്തെ നമ്മുടെ മോഡിജി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പ്രാക്ടീസിങ് ഹിന്ദു ആണ്. അതിൽ അദ്ദേഹം അഭിമാനം കൊള്ളുന്നു. അത് കൃത്യമായിട്ട് രാജ്യം അംഗീകരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ എന്താണ് വികസനത്തിൽ ഊന്നിയ ഹിന്ദുത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൽ ഊന്നിയ വികസനം എന്ന് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും അത് ജനം അംഗീകരിക്കുകയാണ്. കാരണം അതേ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു. കാരണം ഈ രാജ്യം 10,000 വർഷം മുഗളന്മാരുടെ ആക്രമണത്തിന് വിധേയമായി. പിന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു 10-200 വർഷം അവരുടെ ഭരണം നടന്നു. അത് കഴിഞ്ഞ് മുഗളന്മാർ വേഷം മാറി കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് കുറെ കാലം ഭരിച്ചു, 10-60 വർഷം. അതിൽ നിന്നും മാറി തിരിച്ചു വീണ്ടും ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണം വന്നിരിക്കുകയാണ്. അപ്പൊ അത് ജനങ്ങൾ അംഗീകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്പിരിച്വാലിറ്റി, ആത്മീയത അല്ലെങ്കിൽ ഭക്തി, അതിനെ ജനങ്ങൾ അംഗീകരിക്കുകയാണ്. അല്ലാതെ അതിനോട് ജനങ്ങൾക്ക് കേരളത്തിൽ മാത്രമാണ് അതിനെതിരെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ കൃത്യമായിട്ട് മോഡിജിയെ ഇവൻ അംഗീകരിക്കുകയാണ്. ഇവൻ തമിഴ്നാട്ടിൽ പോലും മോഡിജിക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാരും മീഡിയക്കാരും നടത്തുന്ന
ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ മോഡി വിരുദ്ധ പരിപാടികൾ BJPക്ക് കൂടുതൽ വോട്ട് കിട്ടത്തേ ഉള്ളൂ, കൂടുതൽ സീറ്റ് കിട്ടത്തേ ഉള്ളൂ. അത് ഇനി എന്തോ എക്സിറ്റ് പോളിൽ ഇനി ജസ്റ്റ് 24 മണിക്കൂറേ ഉള്ളൂ എക്സിറ്റ് പോൾ വരാന്. ഒരു ദിവസത്തെ വെയിറ്റേ ഉള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ട് എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ 5% എററൊക്കെ വരാറുള്ളൂ എക്സിറ്റ് പോളിൽ, അതിൽ കൂടി എറർ ഒന്നും വരാറില്ല. നാളെ വൈകുന്നേരം തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാം. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രസന്റ് ഗവൺമെന്റ്, BJPയുടെ ഗവൺമെന്റ് വൻ ഭൂരിപക്ഷത്തോടെ, കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും BJPക്കും NDAക്കും സീറ്റ് കൂടുതൽ. കഴിഞ്ഞ പ്രാവശ്യം 303 പ്ലസ് 50 353 ആയിരുന്നു. അതിനെക്കാട്ടിലും ഒരു 10% കൂടി ഇൻക്രീസോട് കൂടി ഭരണത്തിൽ വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഈ ജൂൺ 9-ാം തീയതി ഇവര് അധികാരത്തിലേക്ക് എത്തുമെന്നാണ്, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നൊക്കെയാണ് ഇപ്പൊ പുറത്ത് കേൾക്കുന്ന കഥകൾ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്തായിരിക്കും? ഇന്ത്യ മുന്നണിക്കോ ഈ ഇന്ത്യ വിരുദ്ധ ശക്തികൾ, ജിഹാദി, കമ്മി, കൊങ്കി, തേർഡ് ഫ്രണ്ട്, ആപ്പ്, അനാർക്കിസ്റ്റ്, സെക്കുലർ, കമ്മ്യൂണിസ്റ്റ്, ഇവർക്കാർക്കും ഒരു ഭാവി ഇനി ഇന്ത്യയിലില്ല. അവർക്കറിയാം അവർക്കില്ല. അവരുടെ ഒരു എൻഡ് ഗെയിം എന്നുള്ളതേ ഉള്ളൂ. അതായത് ഇവർക്ക് തന്നെ നിൽക്കാനുള്ള ആംബിയറില്ല. പിന്നെ ഇവരെല്ലാം കൂടെ കെട്ടിപ്പിടിച്ച് നിന്ന് ഞങ്ങൾ അവിടെ ജയിച്ചു, ഇവിടെ ജയിച്ചു, അവിടെ ഇത്ര സീറ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞൊരു നിന്ന് പിടിക്കാനുള്ള ചില സ്റ്റേറ്റുകളിലെങ്കിലും, ഇപ്പൊ കേന്ദ്രത്തിൽ ഒരു പ്രാവശ്യം കൂടെ BJP വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റുകളിൽ നിന്ന് ഇവർ പുറന്തള്ളപ്പെടും. അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ഇവർക്ക് ഇപ്പോൾ 10ഓളം സ്റ്റേറ്റുകളുണ്ട്. ആ 10ഓളം സ്റ്റേറ്റുകളിൽ നിന്ന് ഇവർ പുറന്തള്ളപ്പെടും. അപ്പൊ അത് പോകാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി, അവരുടെ വയറ്റിപ്പഴുപ്പ് നടക്കണം. അപ്പൊ അതിനു വേണ്ടിയുള്ള പരിപാടികൾ മാത്രമാണ് അവർ ആസൂത്രണം ചെയ്യുന്നത്. അപ്പൊ പാകിസ്ഥാന്റെ പ്രകടന പത്രിക, ലീഗിന്റെ പ്രകടന പത്രികയൊക്കെ ഇറക്കിയാണ് SC ST OBCയുടെ ആനുകൂല്യങ്ങളെല്ലാം പാകിസ്ഥാൻകാർക്കും മുസ്ലിങ്ങൾക്കും ബംഗ്ലാദേശിക്കും റോഹിംഗ്യക്കും ഒക്കെ കൊടുക്കുമെന്നും പറഞ്ഞാണ് ഇവരിപ്പം നടക്കുന്നത്. അത് വല്ലതും നടക്കുന്ന കാര്യമാണോ? 370 തിരിച്ചു കൊണ്ടുവരുമെന്നും ഒക്കെയാണ് ഇവർ പറയുന്നത്. ഒന്നും നടക്കത്തില്ല. ഇവർ കുറെ വ്യാജ വാഗ്ദാനങ്ങളുമായിട്ട് ഇങ്ങനെ ചുറ്റിത്തിരിയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതെല്ലാം നാച്ചുറൽ ആയിട്ട് തന്നെ ജനങ്ങളതൊന്നും അംഗീകരിക്കത്തില്ല. ഇനി രാജ്യവിരുദ്ധ കാര്യങ്ങളൊന്നും അംഗീകരിക്കത്തില്ല. കേരളവും കൂടെ ദേശീയതയിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ഇന്റഗ്രേഷൻ പൂർണ്ണമായി. കേരളവും വരും, ഇന്നല്ലെങ്കിൽ നാളെ. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. പയ്യെ വരട്ടെ, അത്രേ ഉള്ളല്ലേ. അതിന്റെ പേരിൽ ഒരു ആകാംക്ഷയൊന്നും, പ്രത്യേകിച്ച് ഒരു ആകാംക്ഷയൊന്നുമില്ല. ജനവിധി നമ്മൾ മാനിക്കുന്നു, ജനവിധിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് BJPയുടെ ഒരു പോളിസി ജനങ്ങളോടൊപ്പം. അപ്പൊ അതുകൊണ്ട് ഈ ഇലക്ഷൻ റിസൾട്ടിനെ സംബന്ധിച്ച് കേരളത്തിൽ ഉണ്ടാക്കിയ കോലാഹലമെല്ലാം അനാവശ്യമായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. മാന്യമായ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതായിരുന്നു മീഡിയ. കേരളത്തിലെ മീഡിയ അടുത്ത 100 വർഷത്തേന് നന്നാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മീഡിയക്കാരൊന്നും ഉടനെ നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പൊ ഈ CAA നടപ്പാക്കില്ല എന്ന് പറഞ്ഞു, അതും നടപ്പാക്കിക്കൊണ്ടുവരുന്നു. ആർട്ടിക്കിൾ 370 അതെടുത്ത് കളയുമെന്ന് പറഞ്ഞു, അതൊക്കെ കൃത്യമായി നടപ്പാക്കി. അവിടെ ജമ്മു കാശ്മീരിൽ വലിയ കലാപം ഉണ്ടാവുന്നു, ഒന്നും നടന്നില്ല. അപ്പൊ അവിടെ ഇനി അടുത്ത വീണ്ടും കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നു. അങ്ങനെ ഈ BJP മുന്നോട്ട് വെച്ച, അല്ലെ NDA മുന്നണി മുന്നോട്ട് വെച്ച കാര്യങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി നടപ്പാക്കി വരികയല്ലേ. അപ്പൊ ജനങ്ങൾക്ക് ആ മുന്നണിയോടുള്ള വിശ്വാസം കൂടി വരുന്നു. അതിന്റെ പ്രതിഫലനം കേരളത്തിലും ഉണ്ടാകില്ലേ? കേരളത്തില് ജനങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്കോസിസ്റ്റത്തിൽ ജീവിച്ചതിന് ശേഷം നിങ്ങൾക്കത് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം എന്ന് പറയുന്ന, എനിക്ക് ഈ മാറ്റം വേണം, ഒരു ചേഞ്ച് ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു ധൈര്യപൂർവമായ സമീപനം പല വോട്ടർമാരും എടുക്കുന്നില്ല. പലർക്കും കാര്യങ്ങൾ അറിയാം. അത് എൻ്റെ വല്യപ്പൻ വോട്ട് ചെയ്തത് കമ്മ്യൂണിസ്റ്റ്, അപ്പൻ വോട്ട് ചെയ്തു, അവനും അമ്മാവൻ വോട്ട് ചെയ്തു, അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് വോട്ട് ചെയ്യുന്നു എന്ന് കുറെ ആൾക്കാർ പറഞ്ഞു. വേറെ ആളോട് ചോദിച്ചാൽ അവന്റെ വല്യപ്പൂപ്പൻ വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ്, പിന്നെ അതുകൊണ്ട് അങ്ങനെ. അതിൽ നിന്ന് മാറിയിട്ട് അതല്ല, ഈ രണ്ടും കമ്മ്യൂണിസവും കോൺഗ്രസിന്റെയും പരിപാടി തീർന്നു, വേറൊന്നിലേക്ക് മാറണം എന്ന ഒരു ധൈര്യം. ഞാൻ എന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് മാറുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ എക്കോസിസ്റ്റം മാറും. ആ എക്കോസിസ്റ്റത്തിൽ നിന്ന് മാറാനുള്ള ഒരു ധൈര്യം കേരളത്തിലെ വോട്ടർമാർക്ക് കിട്ടുന്നില്ല. പക്ഷെ മറ്റു വോട്ടർമാർക്ക് അങ്ങനെ ഒരു ടാബു ഇല്ല മറ്റു സ്റ്റേറ്റിൽ. ഓക്കെ, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ വേറെ ഒന്നിലേക്ക് മാറുന്നു. ആ ധൈര്യം അവിടെ വോട്ടർമാർക്കുണ്ട്. മലയാളി അൾട്ടിമേറ്റ്ലി ഒരു കവാടാണ്, അതാണ് അതിന്റെ സത്യം. ധൈര്യമൊക്കെ അഭിനയിക്കുന്നതേ ഉള്ളൂ. ആ എസ്റ്റാബ്ലിഷ്മെന്റിൽ തുടരുക എന്നുള്ളതല്ലാണ്ട് അതിന് വിരുദ്ധമായിട്ട് ഒരു കാര്യം സ്വന്തമായിട്ട് ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ചിലരുടെ ബ്രെയിൻ AKG സെന്ററിൽ പണയം വെച്ചിരിക്കുകയാണ്, ചിലരുടെ ബ്രെയിൻ ഇന്ദിരാഭവനിലാണ്, അല്ലെ ചിലരുടെ ഭവൻ വേറെ എവിടെയെങ്കിലും ആണ്. പക്ഷെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാൻ, രാജ്യത്ത് വരുന്ന മാറ്റങ്ങളും പുരോഗതിയോടും കൂടെ ചേരാനും അങ്ങനെ ഒരു വിശാല മനസ്കതയും കേരളത്തിനില്ല. അതിന് മാറ്റം വരണം, അത് വരും. അത് ഓരോ അനുഭവങ്ങൾ കൊണ്ടാണ് പലരും വരുന്നത്. ഇപ്പൊ ഞാൻ അറിയില്ല, ക്രിസ്ത്യൻ സമൂഹത്തിൽ മാറ്റം വന്നതിന്റെ കാരണം ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ക്രിസ്ത്യൻ സമൂഹത്തിൽ മാറ്റം വന്നത്.
അപ്പൊ അതുപോലെ ഹിന്ദു സമൂഹത്തിലും മെയിൻ വോട്ടർമാരുടെ ഇടയ്ക്കും അങ്ങനെ ഒരു മാറ്റം, ഈ സുരക്ഷിതത്വം, രാജ്യസ്നേഹം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരണം, വരുമായിരിക്കും. നമുക്ക് നമ്മളൊരു പെസിമിസ്റ്റിക് ആകേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ജനങ്ങൾ നന്നായാലും കേരളത്തിലെ മീഡിയ നന്നാവില്ല, മീഡിയ പ്രവർത്തകരും നന്നാവില്ല. അക്കാര്യത്തിൽ ഗ്യാരണ്ടി ഉണ്ട്. അവരാ ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും പാകിസ്ഥാൻ പ്രേമവും ഒക്കെ ആയിട്ട്, ചൈന പ്രേമവും ഒക്കെ ആയിട്ട് ഇരിക്കത്തേ ഉള്ളൂ. എന്തായാലും കേരളത്തിലെ ജനങ്ങളും ഭീരുത്വമൊക്കെ വലിച്ചെറിഞ്ഞ ഒരു പുതിയ നാളെയിലേക്ക് കാലെടുത്തുവന്ന് വെക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ പറയുന്ന 4-ാം തീയതി വോട്ടെണ്ണുമ്പോഴേക്കും രാജ്യത്തിന്റെ ഭരണം ആരുടെ കൈകളിലാണെന്ന് ഉറപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളിലേക്ക് നീങ്ങാം. ഇപ്പൊ തൽക്കാലം ഇവിടെ നിർത്താം. നമസ്കാരം. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.